പ്രിയമുള്ളവരെ, വചനജ്വാല 1078 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഓഗസ്റ്റ് 13 ചൊവ്വാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ ഇന്നത്തെ വചന വായനയിൽ 1 മക്കവായരുടെ പുസ്തകം 9-ാം അധ്യായം 32 മുതൽ 50 വരെയുള്ള തിരുവാക്യങ്ങളാണ് ശ്രവിക്കുക. തെക്കോവ മരുഭൂമിയിൽ. ഇതിനെക്കുറിച്ച് കേട്ട ബെക്കിദേസ് അവനെ വധിക്കാൻ പരിശ്രമം തുടങ്ങി. എന്നാൽ ജോനാഥനും സഹോദരൻ ശിമിയോനും അവരോട് കൂടെയുണ്ടായിരുന്നവരും ഇതറിഞ്ഞ് തെക്കോവായിലെ മരുപ്രദേശത്തേക്ക് ഓടിപ്പോയി അസോർ കുളത്തിനരികെ പാളയമടിച്ചു. സാബത്ത് ദിവസം ഈ വിവരം അറിഞ്ഞ ബെക്കിദേസ് സൗന്യവുമൊത്ത് ജോർദാൻ കടന്നു. ഏറെയുണ്ടായിരുന്ന തങ്ങളുടെ സാധന സാമഗ്രികൾ സൂക്ഷിക്കാൻ സ്നേഹിതരായ നബത്തയോരോട് അഭ്യർത്ഥിക്കുന്നതിന് ജോനാഥൻ സഹോദരനെ ജനത്തിന്റെ നേതാവായി അയച്ചു. എന്നാൽ മെദബായിൽ നിന്ന് യാംബ്രിയയുടെ പുത്രന്മാർ വന്ന് യോഹന്നാനെ പിടിച്ചു കൊണ്ടുപോവുകയും അവന്റെ പക്കലുണ്ടായിരുന്നവയെല്ലാം കൈവശപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് ജോനാഥൻ സഹോദരൻ ശിമയോനും ഇങ്ങനെ കേട്ടു: യാംബ്രിയയുടെ മക്കൾ വലിയ ഒരു വിവാഹാഘോഷം നടത്തുകയാണ്. കാനാനിലെ മഹാപ്രഭുക്കളിൽ ഒരുവന്റെ മകളാണ് വധു. അവളെ അവർ നാബാത്തിൽ നിന്ന് വലിയ പരിവാരത്തോടെ കൊണ്ടുവന്നു. തങ്ങളുടെ സഹോദരൻ യോഹന്നാന്റെ രക്തത്തെക്കുറിച്ച് അവർ ഓർത്തു. അവർ പോയി മലയുടെ മറവിൽ ഒളിച്ചു നിന്നു. അവർ തലയുയർത്തി നോക്കിയപ്പോൾ ധാരാളം സാധന സാമഗ്രികൾ വഹിച്ചുകൊണ്ട് ശബ്ദ കോലാഹലത്തോടെ നീങ്ങുന്ന ഒരു ഘോഷയാത്ര കണ്ടു. ആയുധധാരികളായ സ്നേഹിതന്മാരോടും സഹോദരന്മാരോടുമൊത്ത് തമ്പുരുവിന്റെയും ഗായകരുടെയും അകമ്പടിയോടെ വരൻ അവരെ സ്വീകരിക്കാൻ വന്നു. പതിയിരുന്നവർ ഉടനെ പാഞ്ഞു തെന്ന് അവനെ കൊല്ലാൻ തുടങ്ങി. വളരെയേറെ പേർ മുറിവേറ്റ് വീണു. ശേഷിച്ചവർ മലയിലേക്ക് ഓടി രക്ഷപ്പെട്ടു. ജോനാഥനും കൂട്ടനും അവരുടെ സാധന സാമഗ്രികൾ മുഴുവൻ കൈവശപ്പെടുത്തി. അങ്ങനെ വിവാഹം വിലാപമായി മാറി. ഗായകരുടെ സ്വരം ചരമഗാനമായും തങ്ങളുടെ സഹോദരൻ രക്തത്തിന് പൂർണമായും പകരം വീട്ടിക്കഴിഞ്ഞപ്പോൾ അവർ ജോർദാനിലെ ചതുപ്പ് നിലങ്ങളിലേക്ക് മടങ്ങി. ബെക്കിദേസ് ഇത് കേട്ട് വലിയൊരു സേനയുമായി സാബത്ത് ദിവസം ജോർദാൻ കരയിലെത്തി. ജോനാഥൻ അനുയായികളോട് പറഞ്ഞു: നമുക്ക് ജീവന് വേണ്ടി സധൈര്യം പൊരുതാം. കാര്യങ്ങൾ ഇപ്പോൾ മുൻപത്തെ പോലെയല്ല. ഇതാ ശത്രു നമ്മെ വളഞ്ഞിരിക്കുന്നു. ഒരു വശത്ത് ജോർദാൻ നദി, മറുവശത്ത് ചതുപ്പ് നിലവും കുറ്റിക്കാടുകളും. എങ്ങോട്ടും തിരിയുക സാധ്യമല്ല. ശത്രു കരങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് കേണപേക്ഷിക്കാം. യുദ്ധം തുടങ്ങി. ജോനാഥൻ ബെക്കിദേസിനെ പ്രഹരിക്കാൻ കരമുയർത്തി. എന്നാൽ അവൻ വഴുതിമാറി പിൻനിരയിലേക്ക് പോയി. അനന്തരം ജോനാഥനും കൂട്ടനും ജോർദാനിലേക്ക് ചാടി നീന്തി അക്കരെ കടന്നു. ശത്രുക്കൾ ജോർദാൻ കടന്ന് അവരെ ആക്രമിക്കാൻ മുതിർന്നില്ല. ബെക്കിദേസിന്റെ ആളുകളിൽ 1000 പേരോളം അന്ന് കൊല്ലപ്പെട്ടു. യൂദയായിലെ കോട്ടകൾ. ബെക്കിദേസ് ജെറൂസലേമിലേക്ക് മടങ്ങി. യൂദയായിൽ അവൻ സുശക്തമായ നഗരങ്ങൾ പണിതു. ജെറീക്കോയിലെ കോട്ടയും
എമ്മാവൂസ്, ബത്ത്ഹോറാൻ, ബദേൽ, തിമ്നാത്ത്, ഹരാത്തോൺ, തെഫോൺ എന്നീ നഗരങ്ങളും ഉയരമേറിയ മതിലുകളും പടിവാതിലുകളും ഓടാമ്പലങ്ങളും കൊണ്ട് ബലപ്പെടുത്തി. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ഇന്ന് ആഗോള കത്തോലിക്ക സഭയിൽ വിശുദ്ധ ജോൺ ബെർക്കുമെൻസിനെ അനുസ്മരിക്കുന്ന ദിവസമാണ്. അൾത്താര ശുശ്രൂഷകളുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ ബെർക്കുമെൻ ഈശോ സഭ വൈദികനാണ്. വിശുദ്ധ കുർബാനയോടും ദൈവമാതാവിനോടും ജോണിന് നല്ല ഭക്തി ഉണ്ടായിരുന്നു. മകൻ ഇടവക വൈദികനാകണമെന്ന് പിതാവ് നിർബന്ധിച്ചെങ്കിലും ഈശോ സഭയിൽ 16-ാം വയസ്സിൽ നൊവീഷ്യലേറ്റിലേക്ക് പോയി. ആ ഡിസംബറിൽ മാതാവ് മരിച്ചു. 2 കൊല്ലത്തിനുള്ളിൽ പിതാവ് വൈദികനായെങ്കിലും 8 മാസമേ ജീവിച്ചിരുന്നുള്ളൂ. ജോൺ തത്വശാസ്ത്രം പഠിച്ച് റോമായിൽ ഓരോ ദിവസവും 2-3 കുർബാനയ്ക്ക് കൂടുമായിരുന്നു. 22-ാം വയസ്സിൽ പനി പിടിച്ച് ജപമാലയും കുരിശുരൂപവും നിയമപുസ്തകവും കയ്യിൽ പിടിച്ചുകൊണ്ട് മരിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറയുകയും അടുത്ത വെള്ളിയാഴ്ച മരിക്കുകയും ചെയ്തു. ഇന്ന് തന്നെ രക്തസാക്ഷികളായ വിശുദ്ധ പോൻഷിയായ പാപ്പയെയും വിശുദ്ധ ഹിപ്പോളൂത്തുസിനെയും അനുസ്മരിക്കുന്ന ദിവസമാണ്. വിശുദ്ധ പോൻഷിയായ പാപ്പയെയും വിശുദ്ധ ഹിപ്പോളൂത്തുസിനെയും അൾത്താര ബാലന്മാരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ ബെർക്കുമെന്റെയും മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ചൊവ്വാഴ്ച ദിവസം ആശംസിക്കുന്നു.